കഴിഞ്ഞ കുറച്ചു നാളുകളായി സിനിമാ കഥകളെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് അമേരിക്കയിൽ നിന്നും പുറത്തുവരുന്നത്. ശതകോടീശ്വരനായി വളർന്ന ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി മാറി ജീവൻ നഷ്ടമായ വ്യവസായി ജെഫ്രി എപ്സ്റ്റീൻ ശേഖരിച്ചു വെച്ചിരുന്ന വിവരങ്ങളാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽസ് എന്ന പേരിൽ ഇത് സോഷ്യൽ മീഡിയയിലുടനീളം പ്രചരിക്കുകയാണ്. ഒരു കാലത്ത് കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാപാർട്ടികളും സംഘടിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ രാഷ്ട്രീയ പ്രമുഖരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റത്തിന് 2008 പിടിയിലാകുകയായിരുന്നു. പക്ഷേ വെറും 13 ദിവസത്തിനകം അയാൾ പുറത്തിറങ്ങി വീണ്ടും ഇതേ പ്രവൃത്തി തുടരുകയായിരുന്നു. എന്നാൽ 2019 ജൂലൈയിൽ എപ്സ്റ്റീൻ വീണ്ടും ഇതേ കുറ്റത്തിന് അഴിക്കുള്ളിലാകുകയായിരുന്നു. പിന്നീട് പുറം ലോകം കേട്ടത് എപ്സ്റ്റീന്റെ മരണവാർത്തയായിരുന്നു. എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് ഔദ്യോഗിക രേഖകളിലുള്ളത്. എപ്സ്റ്റീന്റെ മരണത്തിന് പിന്നാലെ മറ്റു പ്രമുഖർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ കേസുകളിൽ നിയമ നടപടികളും നിർത്തിവെക്കുകയായിരുന്നു. എപ്സ്റ്റീന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുകയാണ്. എപ്സ്റ്റീനുമായി ബന്ധമുള്ള പല പ്രമുഖരുടെ പേരുകളും വീഡിയോ ശകലങ്ങളും നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, നടൻ അലക് ബാൾഡ്വിൻ, ഗായകൻ മൈക്കിൾ ജാക്സൺ, സിനിമാ നിർമ്മാതാവ് ഹാർവി വെയിൻ സ്റ്റൈൻ എന്നിവരുമായി എപ്സ്റ്റീന് ബന്ധമുണ്ടായിരുന്നുവെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ലൈംഗിക അടിമകളെന്ന് തോന്നിപ്പിക്കും വിധം പല പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവരിൽ പലരെയും പ്രമുഖർക്ക് കാഴ്ചവെച്ചെന്ന ലോകത്തെ ഞെട്ടിക്കുന്ന തുറന്നുപറച്ചിലുകളും എപ്സ്റ്റീൻ നടത്തി. ട്രംപിന് വീണ്ടും അമേരിക്കയുടെ പരമാധികാരം ലഭിച്ചതോടെ എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ചുള്ള വിവാദങ്ങൾ വീണ്ടും ഉയരുകയായിരുന്നു. എപ്സ്റ്റീനൊപ്പമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചു. അങ്ങനെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപ് തന്നെ ആവശ്യപ്പെട്ടത്. ജനുവരി 30 എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അമേരിക്കൻ ഭരണകൂടം പുറത്തുവിട്ടത്. 3 ദശലക്ഷം പേജുകളും 1,80,000 ചിത്രങ്ങളും 2000 വീഡിയോകളും അടങ്ങിയതാണ് എപ്സ്റ്റീൻ ഫയൽസ്. എന്നാൽ ട്രംപ് ഭരണകൂടം ഇപ്പോഴും എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പൂർണ്ണമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടില്ല എന്നാണ് എതിർ പാർട്ടികൾ ആരോപിക്കുന്നത്. ശതകോടീശ്വരന്മാരായ പലരുടെയും പേരുകൾ എപ്സ്റ്റീൻ ഫയലുകളിൽ ഉണ്ടെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ആരെല്ലാമാണെന്ന് പരിശോധിക്കാം. എപ്സ്റ്റീനും ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്കും തമ്മിൽ നിരവധി യാത്രാ പദ്ധതികളെക്കുറിച്ചുള്ള ഇമെയിൽ കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഫയലിൽ പറയുന്നുണ്ട്. എന്നാൽ ഇലോൺ മസ്ക് ഇത് നിഷേധിച്ചിട്ടുമുണ്ട്. എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപിൽ താൻ ഒരിക്കലും സന്ദർശനം നടത്തിയിട്ടില്ല എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. 2013 ജൂലൈ 18 ലഭിച്ച 2 ഇമെയിലുകൾ മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽഗേറ്റിന്റെ പേരിലാണ് പ്രചരിക്കുന്നത്. ഇത് ബിൽഗേറ്റ്സ് അയച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇരുവരും തമ്മിൽ സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയ വിവരങ്ങളും എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾ തെറ്റാണെന്നും വാസ്തവ വിരുദ്ധമാണെന്നും ബിൽഗേറ്റ്സുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതേസമയം ട്രംപും എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുറത്തുവരുന്നത്. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് താൻ ഒരു വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടില്ലെന്നും അയാളുടെ ഇരകൾ തനിക്കെതിരെ ഒരു കുറ്റകൃത്യവും ആരോപിച്ചിട്ടില്ല എന്നും ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സാറ ഫെർസൂസണിന്റെ പേരും എപ്സ്റ്റീൻ ഫയലിൽ പലതവണ പരാമർശിച്ചിട്ടുണ്ട്. എപ്സ്റ്റീനും സാറയുമായി സൗഹൃദ സംഭാഷണങ്ങൾ നടന്നതിന്റെ ഇമെയിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാറയെ എപ്സ്റ്റീൻ ചായ കുടിക്കാൻ സ്വാഗതം ചെയ്തിരുന്നുവെന്നും അതിന് മറുപടിയായി സാറ നിങ്ങൾ മഹാനാണെന്നും അഭിമാനമുണ്ടെന്നും പറയുന്ന തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചു. എന്നാൽ സാറയും ഇത് നിഷേധിച്ചിരിക്കുകയാണെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രമുഖനായ ലോർഡ് മണ്ടൽസൺ, അമേരിക്കൻ മീഡിയ എക്സിക്യൂട്ടീവായ സ്റ്റീഫൻ കെവിൻ ബാനൻ, നയതന്ത്രജ്ഞനായ മാറോസ്കോവ് ലാഷ്കാക്, സംവിധായകൻ ബ്രെറ്റ് റാറ്റ്നർ, ആന്റി ഏജിംഗ് ഇൻഫ്ലുവൻസർ പീറ്റർ ആറ്റിയ, ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ഗെയിംസിന്റെ ചെയർമാൻ കേസ് വാസ്റ്റർമാൻ, ശതകോടീശ്വരനായ സെർജി ബ്രിൻ, മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി എഹൂദ് ബരാക് തുടങ്ങിയവരുടെ പേരുകൾ എപ്സ്റ്റീൻ ഫയലിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യക്കാരുണ്ടെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. നടൻ അനുരാഗ് കശ്യപ്, സിനിമാ നിർമ്മാതാവ് മീര നായർ, എഴുത്തുകാരനായ ദീപക് ചോപ്ര, വ്യവസായി അനിൽ അംബാനി, നടിയും സംവിധായികയുമായ നന്ദിത ദാസ് എന്നിവരുടെ പേരുകളും എപ്സ്റ്റീൻ ഫയൽസിലുണ്ടെന്നാണ് സൂചന. അതേസമയം പേരുൾപ്പെട്ടിട്ടുണ്ടെങ്കിലും എപ്സ്റ്റീൻ പങ്കെടുത്ത ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഇവർക്കുള്ള പങ്ക് ഫയലിൽ പറയുന്നില്ല.
എന്തായാലും വരും ദിവസങ്ങളിൽ എപ്സ്റ്റീൻ ഫയൽസിലൂടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് ആരുടെയൊക്കെയാണെന്ന് കണ്ടു തന്നെ അറിയണം.